രാജസ്ഥാനിലെ നൌഗൌർ ജില്ലയിൽ 10,000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. അമോണിയം നൈട്രേറ്റാണ് പിടികൂടിയത്. സുലൈമാൻ ഖാൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ റിപ്പബ്ലിക് ദിനം രാജ്യം ആഘോഷിക്കാനിരിക്കുകയാണ്. ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നത്. അപ്പോൾ കൃത്യമായ പദ്ധതി ഇവർ ഒരുക്കിയിരുന്നു എന്നുള്ളതാണോ? എന്താണ് അന്വേഷണ ബന്ധങ്ങൾ? ബൽറാം, ഹഷ്മി, പ്രവിത, ഈ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് രാജ്യവ്യാപകമായി തന്നെ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാനിൽ നൌഗൌറിൽ നിന്നും വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയിരിക്കുന്നത്. 10,000 കിലോയോളം അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയിരിക്കുന്നത്. ഉഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് ഈ അമോണിയം നൈട്രേറ്റ്. ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുലൈമാൻ ഖാൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇയാൾക്ക് ഭീകരവാദ ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്ന ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാകില്ല എന്നുള്ളതാണ് രാജസ്ഥാൻ പോലീസ് അറിയിക്കുന്നത്. നേരത്തെയും ഇയാൾക്കെതിരെ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ കൃഷിയിടത്തിലെ ഫാം ഹൌസിൽ നിന്നാണ് ഇത്ര വലിയ അളവിലുള്ള സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. ഇത് കോറികൾക്കും മറ്റും ഉപയോഗിക്കാനായി പാറ പൊട്ടിക്കാനും മറ്റും ശേഖരിച്ചതാണ് ഈ സ്ഫോടക വസ്തുക്കൾ എന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ക്വാറിക്കായിട്ടാണെങ്കിൽ തന്നെ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഒരുമിച്ച് ശേഖരിക്കാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും രാജസ്ഥാനിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. നേരത്തെയും സമാനമായ കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ക്വാറിക്ക് വേണ്ടി കൊണ്ടുവന്നാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലൊരു ദിവസം അത്രയധികം, പ്രത്യേകിച്ച് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അത്രയധികം അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.